വോട്ട് കൊള്ളയിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ന് തുടക്കം. DCCകളുടെ നേതൃത്വത്തിൽ രാത്രി 8 മണിക്ക് മെഴുകുതിരി കത്തിച്ച് ഫ്രീഡം നൈറ്റ് മാർച്ച് നടത്തും. ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനാണ് പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. തെളിവുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഹാജരാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നും ആവശ്യപ്പെട്ടു. വോട്ട് ചോരി മുദ്രാവാക്യം മുഴക്കി എല്ലാ ജില്ലകളിലും കോൺഗ്രസ് ഇന്ന് മെഴുകുതിരി കത്തിച്ച് മാർച്ച് നടത്തും. വോട്ട് കൊള്ള ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മാർച്ച്. സംസ്ഥാന തലങ്ങളിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലും മെഗാ റാലികൾ ഉണ്ടാകും. ഈ മാസം 17-ന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന യാത്ര ബീഹാറിൽ നിന്ന് ആരംഭിക്കും. വെറും തെരഞ്ഞെടുപ്പ് വിഷയമല്ല, ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി. ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന നിയമം 1952 മുതൽ നിലവിലുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കള്ളവോട്ടിന് തെളിവുണ്ടെങ്കിൽ രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണം. വോട്ട് ചോരി പ്രയോഗം വോട്ടർമാരുടെ സത്യസന്ധതയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണമെന്നും രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഉയർത്തി സംസ്ഥാന തലങ്ങളിൽ ക്യാമ്പയിനുകൾ നടത്തും. രാജ്യവ്യാപക പ്രതിഷേധത്തിനൊപ്പം തന്നെ വോട്ട് കൊള്ളയും വോട്ടർ പട്ടിക പരിഷ്കരണവും പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് വീണ്ടും ആവശ്യപ്പെടാനാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ തീരുമാനം. വോട്ട് കൊള്ളയ്ക്കും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ പാർലമെന്റിൽ ആരംഭിച്ച പ്രതിഷേധം ഇന്ന് സംസ്ഥാനങ്ങളിലേക്ക് കൂടി എത്തുകയാണ്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് പരിഹരിക്കും വരെയും പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ തീരുമാനം. വിനീത VG 24 ഡൽഹി.